അംബാസിഡർ കാറുകൾ കാണാത്തവരായി ആരും ഉണ്ടാവില്ല. 1980 കാലഘട്ടങ്ങളിൽ ഇന്ത്യൻ കാറുകളിൽ രാജാവ് എന്നാണ് അറിയപ്പെട്ടിരുന്നത്. ഇന്ത്യയിൽ നിർമ്മിച്ചുകൊണ്ടിരുന്ന ആദ്യത്തെ കാറുകളാണിത്. ഒരു കാലഘട്ടത്ത് ഇന്ത്യയിൽ വിൽപ്പന ചെയ്യപ്പെടുന്ന കാറുകളിൽ 70% കാറുകളും അംബാസിഡർ കമ്പനിയുടേതായിരുന്നു. 70% ഉണ്ടായിരുന്ന വിൽപ്പന നിരക്ക് 2014 സമയത്ത് 0.1% ഇടിഞ്ഞു വീണു. ഈ അംബാസിഡർ കാറിന്റെ വിൽപ്പന ഇത്രത്തോളം കുറയാനുള്ള കാരണം എന്തെന്നാൽ മാർക്കറ്റിൽ പുതിയ കമ്പനികൾ പുതിയ മോഡലുകളുടെ കാർ ഇറക്കിയിട്ടും അംബാസിഡർ കമ്പനി അവരുടെ കാറുകളിൽ യാതൊരുവിധ മാറ്റവും വരുത്തിയില്ല. മോറിസ് ഓക്സ്ഫോർഡ് എന്ന വിദേശി കമ്പനിയുടെ കാറിനെ മോഡലാക്കിയെടുത്തായിരുന്നു അംബാസിഡർ കാറിനെ ഡിസൈൻ ചെയ്തിരുന്നത്. 2014 അംബാസിഡർ കാറിന്റെ നിർമ്മാണം പൂർണ്ണമായും നിർത്തിവെക്കുന്നു. അത് കഴിഞ്ഞ് 7 വർഷങ്ങൾക്ക് ശേഷം അംബാസിഡർ കമ്പനി പുതിയ മോഡലുകളുമായി മാർക്കറ്റിലിറങ്ങും എന്ന് പറയപ്പെടുന്നു. അത് ഇലക്ട്രിക് കാറുകളാകാനും സാധ്യതയുണ്ട്.